അറക്കൽ ബീവി ഭാഗം 30. രാവിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഷഹ്സാദ് ചോദിച്ചു, സമദിന് ഇവളെ എവിടുന്ന് കിട്ടി? ഇന്നലെ തന്നെ ചോദിക്കാൻ കരുതിയിരുന്നു. അപ്പോൾ സമദിൻ്റെ ഓർമ്മകൾ 20 വർഷം മുമ്പുള്ള രാത്രിയിലേക്ക് പോയി. റാഹിയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും മരണവും ഇവർ രണ്ടുപേരുടെയും നിരോധനവും അറിഞ്ഞു ഞാനാകെ തളർന്നുകൊണ്ടാണ് മണ്ണാർക്കാട് നിന്ന് ബാംഗ്ലൂർക്ക് വണ്ടി കയറിയത്. സാധാരണ പോലെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഞാൻ നടക്കുന്ന വഴിയിൽ വീണു കിടക്കുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിയെടുത്തു. അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ടാക്സിക്കാരൻ്റെ സഹായത്തോടെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കൂടെയുള്ള എന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ച് നേഴ്സ് വന്ന് പറഞ്ഞു, അവൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. അവൾ റൂമിൽ വന്ന ശേഷം അസുഖം വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നറിഞ്ഞ സഫിയ മോളെ എന്നെ ഏൽപ്പിച്ചു. അവളെ ഏതെങ്കിലും യത്തീംഖാനയിൽ കൊണ്ടാക്കാനായിരുന്നു സഫിയയുടെ നിർദ്ദേശം. പക്ഷേ ആരുമില്ലാതെ ജീവിക്കുന്ന എനിക്ക് ആ കുഞ്ഞു പൈതൽ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായിരുന്നു. അവളെ ഞാൻ എൻ്റെ മോളായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സഫിയ അവളെ എന്നോട് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞു. എന്നെപ്പോലെയുള്ള ഒരാളുടെ ഭാര്യയായി മരിക്കാനും തൻ്റെ മകൾക്ക് ചെറിയൊരു അവകാശിയായി തീരാൻ കൂടിയാണ് അവൾ ആ നിക്കാഹിനെ എന്നെ നിർബന്ധിച്ചത്. അങ്ങനെ ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു. ദിവസങ്ങൾ കഴിയും തോറും അവളുടെ ആരോഗ്യനില വഷളായി തുടങ്ങി. മോൾക്ക് 2 മാസമായപ്പോൾ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളെ നോക്കാൻ മുമ്പ് തന്നെ ഞാൻ ഒരു ജോലിക്കാരിയെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതുവരെ അവർ ഇവളെ നോക്കും. കുറച്ച് പ്രായമായപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ നടത്തുന്ന യത്തീംഖാനയിൽ ഇവളെ കൊണ്ടു ചേർത്തു. എന്നിട്ട് ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ഇവളെ എൻ്റെ കൂടെ കൂട്ടും. അവൾക്ക് ചിലവിനെല്ലാം ഞാൻ കൊടുക്കും. സ്ഥിരമായി ഞാൻ അവളെ ഫോൺ ചെയ്യും. അങ്ങനെ അത്യാവശ്യം പണക്കാരനായതിനു ശേഷം ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തു. പിന്നെ ഞാനും മോളും ഇങ്ങനെ ജീവിച്ചു. സമദിൻ്റെ വാക്കുകൾ എല്ലാവരുടെയും കണ്ണു നനയിച്ചു. പക്ഷേ ഒരിക്കൽ പോലും സഫിയ തൻ്റെ വീട്ടുകാരെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അവരുടെ പൊരുത്തമില്ലാതെ ജീവിച്ചതുകൊണ്ടാവാം അവൾക്ക് പറയാൻ മടി തോന്നിയത്. സമദ് വീണ്ടും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷഹ്സാദിന് വളരെയധികം ദുഃഖം തോന്നി. അവളുടെ ആ അവസ്ഥയ്ക്ക് കാരണം താൻ തന്നെയാണ്. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ലല്ലോ. ഞാൻ ഇവിടെ അടുത്ത് MVR ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണെങ്കിലും ഡോക്ടർമാരെല്ലാം ഇന്നുമുണ്ട്. നമുക്ക് ഇന്ന് തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകണം. അതിന് വൈകേണ്ട എന്നാ ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട് ഇത്ര ദയ തോന്നുന്നത്? എന്നെപ്പോലെ ഒരു ക്രൂരനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? സമദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷഹ്സാദ് കണ്ണീരോട് ചോദിച്ചു. അതിനു മറുപടിയായി സമദും അമനും പുഞ്ചിരിച്ചു. അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി മൗനമായി ഷഹ്സാദ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ചാഴ കഴിഞ്ഞു സമദും റാബിയയും കൂടി ഷഹ്സാദിനെ കാണിക്കാൻ വേണ്ടി MVR ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവർ പോയപ്പോൾ സനുവും അമനും ഒന്ന് കറങ്ങാൻ പോകാനും പ്ലാനിട്ടു. സനുവിന് നാളെ കോളേജിലേക്ക് തന്നെ പോകണമല്ലോ. അമൻ ഓഫീസിലും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഓഫാണല്ലോ. സനു തന്നെ അറക്കൽ വീട്ടിലെ സുമിയെയും അഫ്രയെയും വിളിച്ച് കൂടെ കറങ്ങാൻ പോരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരോടും അങ്ങോട്ട് തറവാട്ടിലേക്ക് ചെല്ലാൻ അവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ ട്രിപ്പ് പോകുന്നത് അറക്കൽ തറവാട്ടിലേക്കാക്കി മാറ്റി. അമനും സനുവും ഏറെ സന്തോഷത്തോടെ തന്നെ യാത്ര തുടങ്ങി. സമദിനെയും റാബിയയും തറവാട്ടിലേക്കുള്ള യാത്ര വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂർ കൊണ്ട് അവർ തറവാട്ടിൽ എത്തിച്ചേർന്നു. അവർ വരുന്നതറിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മകനും മരുമകൾക്കും എന്ത് നൽകണമെന്നറിയാതെ ഓരോരുത്തരും പാചകത്തിലാണ്. സാറാ ബീവിയും ഇന്ന് വലിയ സന്തോഷത്തിലാണ്. അവരുടെ ബുള്ളറ്റ് മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാവരും പുറത്തേക്കിറങ്ങി വന്നു. എല്ലാവരുടെയും മുഖത്ത് നറുപുഞ്ചിരിയുണ്ട്. അഫ്രയും സുമിയും ഓടി വന്ന് സനുവിനെ കൂട്ടിക്കൊണ്ടുപോയി. അമൻ അഷ്കറിനോടും അൻവറിനോടും സംസാരിച്ചുകൊണ്ട് കുറച്ചു നേരം മുറ്റത്ത് തന്നെ നിന്നു. അവൻ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാൻറ്റാണ് ധരിച്ചത്. അതിന് മാച്ചായി സനു ബ്ലാക്ക് സിമ്പിൾ ഗൗണും വൈറ്റ് ഷോളും ധരിച്ചിരുന്നു. 2 പേരെയും ഒന്നിച്ചു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ സനുവിനെ പെൺപട്ടാളങ്ങൾ വളഞ്ഞു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊട്ടും അപരിചിതത്വം തോന്നിയതേയില്ല. ഹസീന ബീവിയും അൻവർ അലിയുടെ ഭാര്യ നജ്മ ബീവിയും അഷ്കർ അലിയുടെ ഭാര്യ ഹാജറ ബീവിയും അവളോട് കുശലങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. പെൺകുട്ടികൾ അവളുടെ കൈകളിൽ തൂങ്ങിക്കൊണ്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും നല്ല ഇഷ്ടത്തോടെ അവൾ സംസാരിക്കുന്നുമുണ്ട്. എന്നാണ് സനുത്ത നിങ്ങളുടെ ക്ലാസ് കഴിയുന്നത്? നമുക്ക് നിങ്ങളുടെ കല്യാണം നടത്തണം. ഞങ്ങളുടെ ആകെയുള്ള സഹോദരനാണ്. കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം. അഫ്രയുടെ സഹോദരി അനു പറഞ്ഞു. എനിക്ക് 2 മാസമേ ഇനി ക്ലാസ്സുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ പെണ്ണേ, സനു മറുപടി നൽകി. അപ്പോഴേക്കും അമനും മറ്റു പുരുഷന്മാരും അങ്ങോട്ടെത്തി. സനുവിനെയും അമനെയും കസേരയിൽ പിടിച്ചിരുത്തി എല്ലാവരും കൂടി ചായ സൽക്കാരം നടത്തി. അവർക്ക് എത്ര കൊടുത്തിട്ടും ആർക്കും മതിയാവുന്നില്ല.
ഇങ്ങനെ നിങ്ങൾ തീറ്റിച്ചാൽ ഞങ്ങളുടെ വയറ് പൊട്ടിപ്പോകില്ലേ? അമൻ ചിരിയോടെ ചോദിച്ചു. സനുവും അത് കേട്ട് ചിരിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്നവരല്ലേ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് തന്നാലാണ് ഞങ്ങൾക്ക് മതിയാവുക? നജിമ ബീവി ചോദിച്ചു. അല്ലെങ്കിലും നിങ്ങൾ അറക്കൽ തറവാട്ടുകാർ സൽക്കാരപ്രിയരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അമൻ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ സന്തോഷത്തിന് ഓരോന്നെങ്കിലും ഓരോ വിഭവത്തിൽ നിന്നും എടുത്തു കഴിക്കൂ. സനുവിനും അമനും അവരുടെ സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞു. ഷെഹ്സാദിൻ്റെ അസുഖം അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തത് നല്ല ചികിത്സ നൽകിയാൽ ഓപ്പറേഷൻ കൂടാതെ തന്നെ അയാൾക്ക് സുഖമാകുമെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഡോക്ടർമാർ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ ശേഷം മരുന്ന് കൊടുത്തുകൊണ്ട് അവരെ വീട്ടിലേക്ക് വിട്ടു. ഡോക്ടറെ കാണിച്ച ശേഷം സമദ് അമനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും നല്ല റാഹത്ത് തോന്നി. എന്തായാലും അസുഖങ്ങൾ മാറട്ടെ, അതിൻ്റെ ബുദ്ധിമുട്ട് ഓരോരുത്തർക്ക് മാത്രമല്ലേ അറിയൂ. സമദും റാബിയയും ഷഹ്സാദും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാത്രിയായിരുന്നു. സനുവിനെയും അമനെയും അവർ അന്ന് രാത്രി വിട്ടില്ല. നാളെ സനുവിന് കോളേജും അമൻ ഓഫീസും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവരവിടെ പിടിച്ച പിടിയാലെ നിർത്തിക്കളഞ്ഞു. എല്ലാവരും രാത്രി വൈകുവോളം കഥ പറഞ്ഞുകൊണ്ടിരുന്നു. പെൺപടകൾ സനുവിനെ അവരുടെ കൂടെ കിടക്കാൻ കൊണ്ടുപോയി. പിതാവിൻ്റെയും പിതൃ സഹോദരങ്ങളുടെയും കൂടെ അമനും അന്നത്തെ രാത്രി നിദ്ര തേടി. പുലർച്ചെ എണീച്ച് അവർ യാത്ര പറയുമ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. വൈകാതെ തന്നെ അടുത്ത ആഴ്ചകളിലായി ഒരു ദിവസം വരാമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവർ യാത്ര തിരിച്ചു വരും നേരം അമനും സനുവും അവരുടെ സ്നേഹത്തെക്കുറിച്ചും സൽക്കാരത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് വാചാലരായി. അപ്പോഴും സനുവിൻ്റെ മനസ്സിൽ തന്നെ പ്രസവിച്ച തൻ്റെ പൊന്നുമ്മയെക്കുറിച്ച് പല ചിന്തകളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അനാഥയാണെന്ന് കരുതിയ തനിക്ക് ഉപ്പയെ തിരിച്ചു കിട്ടി. തൻ്റെ ഉമ്മയെ നഷ്ടപ്പെട്ടെങ്കിലും ആ കുടുംബം തന്നെ തിരിച്ചറിഞ്ഞെങ്കിലെന്ന് ഒരു വേള ആഗ്രഹിച്ചുപോയി. 2 മാസത്തിന് ശേഷം രാത്രി സനു അമൻ്റെ നെഞ്ചോരം കിടക്കുമ്പോൾ പറഞ്ഞു, അമിക്ക, ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. പറയട്ടെ? ആ, നീ കാര്യം പറയും, എന്നിട്ട് നോക്കട്ടെ വിഷമിക്കണോ വേണ്ടേയെന്ന്. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇനി എനിക്ക് എക്സാമിന് 15 ദിവസം കൂടിയേ ഉള്ളൂ എന്നറിയാലോ. അതുകൊണ്ട് ഇനി ഞാൻ എക്സാം ഡേറ്റ് കഴിഞ്ഞ് മാത്രമേ നാട്ടിലേക്ക് വരുന്നുള്ളൂ. അതെന്താ? ആഴ്ചയിൽ 2 ദിവസമല്ലേ നീ വരാറുള്ളൂ? അതും കൂടി അവിടെ നിൽക്കാനാണോ നിൻ്റെ പ്ലാൻ? അതെ, ഞങ്ങളെല്ലാവരും കൂടി കമ്പൈൻ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വേണമെന്നാ പറയുന്നത്. അങ്ങനെ ചെയ്യട്ടെ. അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ചെറുതായി ഒന്ന് വാടി. പെണ്ണിനെ കാണാതെ പറ്റില്ല എന്നായിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് ഒന്ന് കൂടെ കിട്ടുക, അതും 2 ആഴ്ചത്തേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ അവൻ ചെറിയൊരു നിരാശ തോന്നാതെയില്ല. പക്ഷേ അവൾ കോളേജിൻ്റെ റാങ്ക് പ്രതീക്ഷയാണ്. അതിൽ അവനും അഭിമാനമുണ്ട്. അതൊന്നും സാരമില്ല, നീ എക്സാം നന്നായി എഴുതിയാൽ മതി. 2 ആഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് ഞാനങ്ങ് സഹിച്ചോളാം. എക്സാം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമല്ലേ, പിന്നെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ, എനിക്കത് മതി, അവൻ പറഞ്ഞു. കല്യാണത്തിന് ഡേറ്റ് ഉണ്ടോ? ഉപ്പ ഇക്കാനെ വിളിച്ചിരുന്നു, മൂത്താപ്പ വിളിച്ചിരുന്നു. അടുത്ത 15-ാം തീയതി ഓക്കെ ആണെന്ന് ചോദിച്ചിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞത്. പിന്നെ അത് എന്നോട് വിട്ടും പോയി. ഇന്ന് ഡേറ്റ് 18 ആയുള്ളൂ. ഏകദേശം 1 മാസത്തോളം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അവനൊന്ന് മൂളി. ഇനിയിപ്പോൾ 15 ദിവസം കഴിയണ്ടേ എൻ്റെ പെണ്ണിനെ ഒന്ന് അടുത്ത് കിട്ടാൻ? അതുവരെ ഓർത്തിരിക്കാൻ ചൂടുള്ള എന്തെങ്കിലും ഒന്ന് വേണം എനിക്ക്. അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ കവിളിൽ മുത്തം ചേർത്തു. അവളൊന്ന് വിറച്ചുപോയി. ആഴ്ച കൂടുന്തോറും കാണുകയും ചുംബനം കൈമാറുകയും ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോഴും അവൾക്ക് നാണവും വിറയലും മാറിയിട്ടില്ല. അവൻ തൻ്റെ ചെഞ്ചൊപ്പിലേക്ക് ചേക്കേറുമ്പോൾ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി. നേരം വെളുത്ത് ഹോസ്റ്റലിലേക്ക് പോകാനിറങ്ങുമ്പോൾ അവൾ കാര്യം സമദിനോടും റാബിയോടും പറഞ്ഞു. അവർക്കത് നന്നായി എന്നാണ് തോന്നിയത്. കാരണം ഇവിടെ വന്നാൽ അവൾ പുസ്തകം തൊടുന്നത് കാണാറില്ല. പഠനത്തിൽ മിടുക്കിയാണെങ്കിലും എക്സാമിന് സമയത്ത് കൂട്ടുകാരടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. അവർ പരസ്പരം അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവൻ തന്നെ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. കോളേജ് അധ്യാപകരും കുട്ടികളും ഒന്നിച്ചു നിന്ന് നല്ലൊരു വിജയത്തിനായി അവർ പരിശ്രമം തുടങ്ങി. ആ 2 ആഴ്ച അവൾ അവനെ വിളിച്ചില്ല. ഇടയ്ക്ക് മെസ്സേജ് അയക്കും. എപ്പോഴും കൂടെ കുട്ടികളുള്ളതിനാൽ അവൾക്കതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയതുമില്ല. പക്ഷേ നമ്മുടെ നായകന് ആകെ ഭ്രാന്തി പിടിച്ചിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലായതിനാൽ അവളെ ബുദ്ധിമുട്ടിക്കാനും അവൻ തയ്യാറല്ലായിരുന്നു. പ്രിയപ്പെട്ടവളെ ഒന്ന് കാണാൻ, അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാൻ അവൻ കൊതിച്ചു പോയിരുന്നു. ഈ 2 ആഴ്ച ശരിക്കും വിരഹമെന്താണെന്ന് അവൻ അടുത്തറിഞ്ഞു. ഇപ്പോൾ ഷഹ്സാദ് തികച്ചും ആരോഗ്യവാനായിരിക്കുന്നു. 1 മാസമായി സമദിൻ്റെയും അമൻ്റെയും കൂടെ ഓഫീസിൽ പോകാറുണ്ട്. അയാൾക്കും എംകോം ഉള്ളതുകൊണ്ട് ഓഫീസിലെ വർക്കെല്ലാം എളുപ്പത്തിൽ പഠിച്ചെടുത്തു. മാനസികമായി ഇപ്പോൾ ഓക്കെ ആയതിനാൽ അസുഖം പെട്ടെന്ന് തന്നെ കുറഞ്ഞിരുന്നു. സനു സമദിനോട് എങ്ങനെ ഇടപെടുമോ അതുപോലെ ഷഹ്സാദിനെയും സ്നേഹിച്ചു. കൂട്ടത്തിൽ അമനും. എല്ലാവരും വളരെ ഹാപ്പിയാണ്. റാബിയക്ക് തൻ്റെ ഉള്ളിൽ പുതുനാമ്പ് പിറവിയെടുക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. 2 ദിവസമായി നല്ല ക്ഷീണവും തളർച്ചയും തോന്നുന്നുണ്ട്. പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞു. പക്ഷേ
ഇടയ്ക്ക് ചില മാസങ്ങളിൽ ഇങ്ങനെ കുറേ ദിവസങ്ങൾ വൈകാറുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കാനും വയ്യ. സനവിനോട് ആദ്യം പറയാമെന്ന് വെച്ച് സമദിനോട് പോലും പറഞ്ഞിട്ടില്ല. അവളാണ് ഇക്കാര്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ ലേറ്റ് പ്രഗ്നൻസി ചിലപ്പോൾ റിസ്ക് ആവാറുണ്ടല്ലോ. അങ്ങനെ കേട്ടതിൽ പിന്നെ സമദിന് വലിയ താല്പര്യമില്ല. റാബിയക്കും ചെറിയൊരു പേടിയില്ലാതില്ല. ഇന്നാണ് സനവിൻ്റെ അവസാനത്തെ എക്സാം. ഉച്ചയ്ക്ക് എക്സാം കഴിയുമെങ്കിലും ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ടല്ലോ. അതുകൊണ്ട് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു വരണം. വൈകുന്നേരം കാറും കൊണ്ട് കൂട്ടാൻ ചെല്ലാൻ അവൾ ഇന്നലെ അവന് മെസ്സേജ് അയച്ചിരുന്നു. അതുമുതൽ ചെക്കനും കാത്തിരിപ്പിലാണ്. അവൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിയാവുമ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി. കുളിച്ച് ഫ്രഷായി 4 മണിക്ക് മുമ്പ് തന്നെ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു. അവൻ മനസ്സിലൊരു ഗൾഫുകാരൻ്റെ ഫീൽ തോന്നുന്നുണ്ടായിരുന്നു. പ്രിയതമയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഹൃദയം വീർപ്പുമുട്ടിയിരുന്നു. ഹോസ്റ്റലിൻ്റെ ഗേറ്റിന് മുമ്പിൽ കാർ പാർക്ക് ചെയ്തു. അവൻ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ ഓരോ കുട്ടികളും അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ ആവേശത്തോടെ ആ കുട്ടികൾക്കിടയിൽ തൻ്റെ പാതിയെ തിരഞ്ഞു. അപ്പോൾ 2 കൈയിലും കവറുകൾ തൂക്കിപ്പിടിച്ച് നടന്നു വരുന്ന സനവിൽ അവൻ്റെ കണ്ണുകൾ ഇടുക്കി. അവൻ്റെ ഹൃദയമിടിപ്പൊന്ന് ഉയർന്നു. പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെ അവളെ നോക്കി നിന്നു. അപ്പോഴേക്കും അവൾ ഏകദേശം അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. കവറുകൾക്ക് നല്ല ഭാരമുള്ളതിനാൽ അത് അവിടെയുള്ള ലോണിലേക്ക് കൊണ്ടുവച്ച് നിവർന്നു നിന്നപ്പോഴാണ് അവൾ അവനെ കണ്ടത്. അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവൻ്റെ നോട്ടം അവളുടെ കവളിൽ അരുണിമ പടർത്തി. എങ്കിലും അത് പുറത്തു കാട്ടാതെ അവൾ അവൻ്റെ അടുത്തെത്തി. അമിക്ക എപ്പോൾ എത്തിയിട്ട് വിളിച്ചില്ലല്ലോ? അവൾ ചോദിച്ചു. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. നിന്നെ വിളിക്കാൻ നോക്കുമ്പോഴാണ് നീ വരുന്നത് കണ്ടത്. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ല, എടുക്കാനുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പോയാലോ? അവൻ ചോദിച്ചു. പോകാം, ഞാൻ സൂസമ്മ ചേച്ചിയെ കണ്ടിട്ട് വേഗം വരാം. അതും പറഞ്ഞവൾ ഓഫീസിലേക്ക് ഓടിപ്പോയി. അവൾ പോയപ്പോൾ അവൻ വേഗം ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി ഡിക്കിയിൽ വെച്ചു. എന്നിട്ട് കാറിലേക്ക് കയറി. ഓഫീസിൽ സാറമ്മ ചേച്ചിയുടെ കൈപിടിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് സനവും ഫൗസിയയും തിരിഞ്ഞു നടന്നു. സാറമ്മക്ക് സങ്കടം വരുന്നുണ്ട്. 3 വർഷമായി മക്കളെപ്പോലെ കൊണ്ടു നടക്കുന്ന ചിലരാണ് വിട്ടുപിരിഞ്ഞു പോകുന്നത്. അവർ ആരും കാണാതെ കണ്ണു തുടച്ചു. ഫൗസിയുടെ ഉപ്പയും വന്നിട്ടുണ്ട്. അവർ 2 പേരും കൂടി കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് നടന്നു. 2 പേർക്കും സങ്കടവും സന്തോഷവും ഒരുപോലെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ എന്നാണ് ഇതുപോലെ? ഫൗസിയുടെ ശബ്ദമിടറി. നമുക്കിനിയും പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഒന്നിച്ചു പോകാമല്ലോ. സനു അവളെ സമാധാനിപ്പിച്ചു. അതൊന്നും നടക്കൂല മോളെ. എൻ്റെ കല്യാണം ഏകദേശം അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ പഠനമൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് അറക്കൽ തറവാട്ടിൽ ഈ 15-നാണ് ഞങ്ങളുടെ റിസപ്ഷൻ. ഞാൻ വിളിക്കും, നീ വരണം ട്ടോ. ഓക്കെ മുത്തേ, അത് ഞാൻ എന്തായാലും വരും. എന്നാൽ പിന്നെ വിട്ടോ, നിന്റെ ആള് ക്ഷമ കെട്ട് നിൽക്കുന്നുണ്ടാവും. വേഗം ചെല്ല്. ഫൗസി അവനെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ചിരിയോടെ കൈവീശിക്കൊണ്ട് സനു കാറിലേക്ക് കയറി. അവൾ കയറിയപ്പോൾ അവൻ വേഗം കാറെടുത്തു. ചെറിയ ശബ്ദത്തിൽ കാറിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സങ്കടമുണ്ടോ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നിട്ട്? അവൻ ചോദിച്ചു. ഏയ്, എന്തിനാ സങ്കടം? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കല്ലേ പോരുന്നത്? അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ കൈകോർത്ത് അവൻ്റെ ചുമലിലേക്ക് അവൾ തലചായ്ച്ചു. അവൻ പെട്ടെന്ന് തന്നെ തിരക്കില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കാർ സൈഡാക്കി നിർത്തി. സീറ്റ് ബെൽറ്റ് അയച്ചു. അവൻ ചെയ്യുന്നത് കണ്ട് അത്ഭുതത്തോടെ നോക്കിയ സനവിൻ്റെ മുഖം കയ്യിലെടുത്തു. ഐ മിസ് യു പൊന്നെ, ഐ ലവ് യു. അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അധരം കവർന്നു. അവൻ്റെ പ്രണയവും വിരഹവും ആ ചുംബനത്തിലൂടെ അവളിലേക്ക് ഒഴുക്കിവിട്ടു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. തുടരും.